ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷം തീരാറായി. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തോ? ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണല്ലോ, അപ്പോൾ അവർക്ക് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് ചാർട്ട് പേപ്പറുള്ള ഗിഫ്റ്റ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒരു പിസ്സാർട്ട് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒരു എടുത്തേക്കുന്ന ഒരു ഫുള്ള് ചാർട്ടിനെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ 4 ഭാഗത്തും കുറച്ച് മടക്കി കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ അതിനൊരു ബോക്സ് ആക്കണം. എങ്ങനെയാണെന്നറിയാലോ? ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തും ഇതേപോലെ ഈ ഒരു ഭാഗത്തിനെ ഉള്ളിലോട്ടാക്കി ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ച് 4 സൈഡും അതേപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ബോക്സ് എന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കും ഞാൻ എഴുതിയതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു സ്റ്റിക്കറും ഒട്ടിച്ചിട്ട് ടു എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട് ഇൻ മൈ ലൈഫ് എന്നെഴുതി ചുമ്മാ താഴെ കൊടുത്തു. ഇനിയാണ് മെയിൻ, നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ അതേപോലെ കുറച്ച് സ്റ്റാറുകൾ, പല കളറിലുള്ള സ്റ്റാറുകളോ അതുപോലെ സെയിം കളറിലുള്ള സ്റ്റാറുകളോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ഇടാം. ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ ഞാൻ സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുമായിട്ട് ഇത്ര ചെറുതായതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഗ്ലാസ് ഒപ്പിക്കണം. ഒന്നെങ്കിൽ സെല്ലോ ടേപ്പ് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒട്ടിച്ച് ഫുള്ള് കവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പോളിത്തീൻ ഷീറ്റോ അങ്ങനെ വല്ല ഷീറ്റ് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് കവറോ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലേ, അതേപോലത്തെ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ വല്ല യൂസ് ചെയ്ത് കവർ ചെയ്താലും മതി. നോക്കി ഞാൻ ഇവിടെ സൈഡിൽ മാത്രം ഒട്ടിക്കുന്ന രീതിയും ഇപ്പുറത്തും അതേപോലെ ഒട്ടിക്കുന്ന രീതിയുണ്ട്. ഈ നടുക്കാണെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് ഇപ്പോൾ എൻ്റെ മേലൊട്ടിക്കുമ്പോൾ ഇവിടുത്തെ പശ മാറും. പിന്നെ അതെങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ഗിഫ്റ്റാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ? അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് മാർച്ച് 27 അന്നേരം നമ്മുടെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ ഒരു ടാസ്കൊക്കെ തന്നായിരുന്നു, എങ്ങനെയും 190 സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് കൊണ്ടിട്ടോ ആക്കണമെന്ന്. അപ്പോൾ ആരും അത് നടന്നില്ല. ആ ഗിഫ്റ്റും പോയിട്ടുണ്ട്. ആ ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിലെ റീച്ച് കൂട്ടിയിട്ട് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് മാർച്ച് 27 എത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇൻകമൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5 പേർക്ക് ഗീവ് അവേ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പം എന്താണ് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. എന്താ ചെയ്തെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഒരു ഫുൾ പേപ്പറിനെ ഇങ്ങോട്ടും മടക്കി നടുക്കിലൂടെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇരിക്കുന്നത് പോലെ ആവും. അവിടെ ഇതിൽ ചെയ്യുന്ന വർക്ക് നമുക്ക് നോക്കാം. ഒന്നുമില്ല, മെമ്മറീസ് എന്നൊന്ന് എഴുതി കൊടുത്തതാണ്. നമുക്ക് ചുമ്മാ ടേബിളിലൊക്കെ വയ്ക്കാം. ചുമ്മാ അങ്ങനെ വയ്ക്കാം. ഞാൻ ഇതേപോലെ കുറച്ചും കൂടെ എടുക്കുന്നതുകൊണ്ട് എൻ്റെ ടേബിളെ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു രണ്ടാമത്തെ ഗിഫ്റ്റ്. മൂന്നാമത്തെ ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തു. എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതോടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ മൂന്നാമത്തെ ഗിഫ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ 3 നമ്മുടെ വാട്ടർമെലൻ്റെ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പകുതി വാട്ടർമെലനെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഷേപ്പ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറും കേട്ടോ. ഏകദേശം ഇതേ രീതിയിലിരുന്നൊരു വാട്ടർമെലനെ 3ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയാണ്. എൻ്റെ വീഡിയോ വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഗിഫ്റ്റാണ് എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. അതായിട്ട് നമ്മുടെ ഇതില്ലേ, സാധാരണ നമ്മുടെ ഒരു പേന, തീർന്ന പേനയാണ്. അപ്പം പിങ്ക് തന്നെ എനിക്ക് ഉചിതമായി കിട്ടി. പക്ഷെ ഞാനിത് ഒരു കളർ വെച്ചിട്ട് റാപ്പ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ എനിക്കും എന്ത് തോന്നി, ഈ ഡിസൈൻ നല്ലതല്ലേ, അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് കരുതി. ഇനി എന്താ വർക്കെന്ന് കാണാം. നമ്മുടെ കടൽ ക്ലൗഡിൽ ഇപ്പം ഇന്ന് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നല്ലൊരു ഈസ്റ്ററിക് ലുക്കൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് കാർഡ്ബോർഡ് എടുക്കാം. ഇതാ കണ്ടോ, ഞാൻ ഇതിനകത്ത് പേപ്പറൊന്നും ഒട്ടിക്കുന്നില്ല. പേപ്പറാണ് ഭംഗി, എനിക്ക് അത്രയ്ക്ക് കഷ്ടപ്പെടാൻ വയ്യ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസ്റ്ററിക് ലുക്കോടെ വേണമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിനകത്ത് കണ്ടോ നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബ്രഷ് പെൻസ് കൊണ്ടിട്ട്, റെഡ് ബ്രഷ് പെൻ കൊണ്ടിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എഴുതാവുന്നത് എന്തായാലും ഞാൻ പറഞ്ഞുതരാം.
കണ്ടോ, ഈ ട്രൂ ഫ്രണ്ട് വിൽ ബി വിത്ത് യു എവറി ടൈം എന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് ആ പേരായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല രസമാണ്. റിയൽ ലുക്ക് ഒന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതുവരെ ചെയ്ത ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇത്രയും ഗിഫ്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാം. ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യും. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു തീമിൽ തന്നെ ഇനി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനിയിപ്പോൾ എക്സാമൊക്കെ എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് നമ്മൾ കഴിവതും 200 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഈ ഒരു മന്ത് കൊണ്ടിട്ട് എത്തിക്കുക. പിന്നെ മാർച്ചിൽ 27th 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യും. അന്നേരം ഞാൻ 500 സബ്സ്ക്രൈബേഴ്സിനാണ് ലൈവ് വരുന്നതായിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് കാര്യമൊക്കെ പറയാൻ നേരം ഒരുപാട് പേര് നമ്മുടെ ലൈവിൽ കാണും. ഇപ്പോഴേ ലൈവ് എടുത്താൽ ഒരുപാട് പേരൊന്നും കാണില്ല, വെറുതെ ആയി പോകുമല്ലോ. അപ്പോൾ എല്ലാവരെയും എൻ്റെ ലൈവിൽ കിട്ടണം. നമുക്ക് ഇനിയുള്ള നമ്മുടെ വീഡിയോ ഇടണമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിലെ ഗ്രോത്താണ് മെയിൻ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനലിലെ മെമ്പേഴ്സാണ്. മീൻസ് നമ്മുടെ ഒരു ഫാമിലിയാണ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് പേരെ എന്നെക്കൊണ്ട് കഴിയുന്നവരെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളും കൊണ്ടുവരാൻ നിങ്ങൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റിൽ പല ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാം. നമ്മുടെ ചാനലിലെ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ലക്ക്. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മൾ ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 500 സബ്സ്ക്രൈബേഴ്സിനന്ന് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന അത് നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇല്ലെങ്കിലും മാർച്ച് 27 സെലക്ട് ചെയ്യും. അയാൾക്ക് പക്ഷേ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ടൈമിലായിരിക്കും നമ്മൾ എന്തോ എടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. അന്നേരം അതിൻ്റെ അകത്ത് ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സാധനം കൊടുക്കില്ല, ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കാനായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അന്നേരം ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ആ ഒരു വിന്നറിന് കൊടുക്കും. കൂടാതെ ഇതിലേതെങ്കിലും ഒരു ബുക്ക് മാർക്ക് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് 3-ൽ ഏതെങ്കിലും ഒരു ബുക്ക് മാർക്ക് കൊടുക്കും. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കും. ഇതിനെ എനിക്ക് തോന്നുന്നു മെമ്മോ പാഡ് എന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. എനിക്ക് ചെയ്ത് തന്നെയാണ് എൻ്റെ കൂട്ടുകാരി. അന്നേരം ഇതേപോലത്തെ ഒരു മെമ്മോ പാഡ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ നമ്മുടെ സീക്രട്ട് നോട്ട് പാഡ്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. സോ ആ വിന്നറിനെ നല്ല ഗിഫ്റ്റ്, അതോടൊപ്പം നമ്മുടെ ക്ലേ ഉണ്ട് കേട്ടോ, അത് മറക്കല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വിന്നറിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ചാൻസ് നിങ്ങളാണ് കൂട്ടേണ്ടത്. 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. ആ വിന്നറിന് നല്ല ഗിഫ്റ്റ് കിട്ടട്ടെ. അപ്പം ബൈ ബൈ.